മാളവിക മോഹന്റെ ക്യാരക്ടറിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സ്റ്റോറിയുടെ ബാക്ക് ബോൺ ആണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തങ്കളാനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ടു. ജിദ്ദയിലാണ്, സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് സിനിമ കണ്ടത്. വളരെ മനോഹരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം നൽകിയത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. കഴിഞ്ഞ 10 വർഷമായി പാരഞ്ജിത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഫിലിമാണ് തങ്കളാൻ. വിക്രത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്തിരിക്കുന്ന ഈ പിക്ചർ വളരെ നല്ല അഭിപ്രായമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതിന്റെ സ്റ്റോറിയിലെ ചില ഡീകോഡിങ്ങുകൾ പറയാനുമാണ് ഞാനിവിടെ ഈ സമയം ചെലവഴിക്കുന്നത്. തമിഴ് പ്രഭയോടൊപ്പം തന്നെ പാരഞ്ജിത്തും കൂടി സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ടുള്ള അഴകിയ പെരിയവനും പാരഞ്ജിത്തും കൂടിയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. KV ജ്ഞാനവേൽ രാജ് തന്നെയാണ് ഇത് പ്രൊഡ്യൂസും ചെയ്തിട്ടുള്ളത്. KV പ്രകാശ് കുമാറിന്റെ സൂപ്പർ ഫോക്ക് ടച്ചുള്ള സോങ്ങുകൾ ഈ പടത്തെ അതിഗംഭീരമായി മാറ്റിയിട്ടുണ്ട്. ഇനിയും ട്രെൻഡിങ് ആകാനുള്ള പാട്ടുകൾ പലതും ഈ പടത്തിലുണ്ട്. പടത്തെ സ്പോയിലർ ആക്കാതെ ചില ഡീകോഡിങ്ങുകൾ ചെയ്യുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഈ പടത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. കർണാടകയിലുള്ള KGF എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്. കർണാടകയിലെ പഴയ ഗോൾഡ് ഖനനം ചെയ്തെടുത്ത ആ ഒരു കോറി, ആ ഗോൾഡിന്റെ മൈൻ ചെയ്തെടുത്ത ആ പ്രദേശം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഈ പടത്തിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറി. ഇങ്ങനെ ഒരു സ്റ്റോറി പറയുമ്പോൾ തന്നെ അതിനു മുമ്പ് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് സ്വർണം ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലത്തൊക്കെ തന്നെ അവിടെ സ്വർണത്തിന്റെ ഖനനം ഉണ്ടായിരുന്നു. അവിടുത്തെ തദ്ദേശവാസികൾ സ്വർണം അവിടുന്ന് ഖനനം ചെയ്തെടുത്തിരുന്നു. ഇപ്പം ഇത്രയേറെ ഒരു ബേസിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ സ്റ്റോറി പാരഞ്ജിത്ത് പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അത്രയേറെ വർഷം പഴക്കമുള്ള ഒരു കഥയാകുമ്പോൾ തന്നെ അവിടുത്തെ തദ്ദേശവാസികൾ അല്ലെ ഇൻഡിജിനസ് ജനത എന്ന് പറയുന്നത് ട്രൈബൽ കൾച്ചർ ഉള്ളവരാണ്. ഈ ട്രൈബൽ കൾച്ചറുള്ള ജനതയാൽ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയൊക്കെ ഖനനം ചെയ്തെടുത്ത പ്രദേശമായിട്ടാണ് ഇതിനെ വരച്ചിരുന്നത്. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ ഈ പടം കടന്നു പോകുന്നുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമായപ്പോൾ തന്നെ ഇന്ത്യയിലെ പല മേഖലകളിലേക്കും തദ്ദേശീയ ജനത അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ജനത ചിതറപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വേറെ ഏതോ ഒരു വില്ലേജിൽ ജോലി ചെയ്യുകയും കൃഷിപ്പണികൾ ചെയ്യുകയും സ്വന്തമായി നിലം ഉഴുതുകയും അവിടെ കൃഷി ചെയ്യുകയും ജീവിക്കുന്ന ഒരു കാർഷിക ജനത, അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും സമൂഹത്തിൽ ഉയർന്ന നിലവാരമുണ്ടായിരുന്ന ഒരു കാർഷിക ജനത, ആ കാർഷിക ജനത ആ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനമാർഗം നയിച്ചു പോവുകയാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ അവര് തലമുറകളായിട്ട് കേട്ടു വളർന്ന ഒരു കഥയാണ് ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റോറിയിലേക്ക് നയിക്കുന്നത്. ആ കഥയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ആ കഥയാകട്ടെ അശോക ചക്രവർത്തിയുടെ കാലം മുതൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയില് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധ സംസ്കാരം ഉണ്ടായിരുന്ന ആ കാലഘട്ടം മുതൽ ടിപ്പു സുൽത്താന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്ന് അത് നേരെ വരുന്നത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന ആ സമയങ്ങളിലേക്കാണ്. അപ്പൊ ഈ ഒരു 3 കാലഘട്ടങ്ങളെ ബ്ലെൻഡ് ചെയ്യുകയും ആ പുരാതന കാലഘട്ടങ്ങളിലുള്ള നാടോടി കഥകളെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ തലമുറകളായി അവർ പഠിച്ചു വന്നിരിക്കുന്ന പാട്ടുകളും ആ കഥകളിൽ നിന്നും ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവിലേക്കും ആ സ്ഥലം അന്വേഷിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കുമാണ് കഥ വരുന്നത്. തങ്കളാനെ പോലെ വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് മാളവിക മോഹൻ അവതരിപ്പിക്കുന്ന തദ്ദേശ ജനതയുടെ അവരുടെ വിശ്വാസവും അവരുടെ ഒരു ട്രൈബലായിട്ടുള്ള ആരാധനകളും അതിന്റെ ശക്തിയിൽ ആ പ്രദേശത്തെ സംരക്ഷിക്കുന്ന ആരതി എന്ന് പറയുന്ന ഒരു വലിയ സ്ത്രീ കഥാപാത്രവും. ശരിക്കും ഈ പടത്തിന്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ സ്ത്രീ കഥാപാത്രമാണ്, ആരതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കഥാപാത്രം, ഇതുപോലെ ഒരു മാളവിക മോഹന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ ജീവിതത്തിൽ എന്റെ കരിയറിൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് അറിയില്ല.
അത്ര മനോഹരമായിട്ട് ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫിലിംസിന്റെ ഒരു സ്റ്റൈലിലാണ് ഉള്ളത്. അതായത് ഒരു ഇൻഡിജിനിയസ് ജനതയുടെ അല്ലെ മയൻ സംസ്കാരത്തിന്റെ ഒക്കെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെയുള്ള ഒരു ഇൻഡിജിനിയസ് ജനതയുടെ ലീഡറിനെ പോലെ തന്നെയാണ് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ കോസ്റ്റ്യൂംസും അവരുടെ മേക്കപ്പും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇൻഡിജിനിയസ് ജനതയോട് നിരന്തരം തലമുറകളായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ സ്വർണം ഖനനം ചെയ്ത് അവിടുത്തെ രാജാക്കന്മാർക്ക്, ചോള രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ അവിടുത്തെ കുലദൈവങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ചോള രാജാക്കന്മാർക്ക് വേണ്ടി അവര് സ്വർണം ഖണ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അവര് അടിമകളായതിന് ശേഷം ബ്രിട്ടീഷുകാർ വരുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവര് സ്വർണം ഖണ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം ആ തങ്ങളാന്റെ ജനത ശരിക്കും അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവരൊരിക്കലും ഒരു സാധാരണ മനുഷ്യരെ പോലെ സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥവുമായ ജീവിതം അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതിനെതിരെ ഇന്റേണലി അവർ പട പൊരുതുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നത് അവർക്ക് ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല ജീവിതം, ഒരു സമത്വപൂർണമായ ജീവിതം കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ ചോള രാജാക്കന്മാരെ സഹായിക്കുന്ന കാലഘട്ടത്തിൽ അവർ വിചാരിക്കുന്ന അവർക്കൊരു നല്ല ജീവിതം കിട്ടുമെന്നാണ്. അങ്ങനെ അതിനു മുമ്പ് തന്നെ ടിപ്പു സുൽത്താന്റെ കാലഘട്ടവും ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ രാജാക്കന്മാരും കടന്നു വരുന്ന സമയങ്ങളിലെല്ലാം, അല്ലെ രാജകീയ അധികാരങ്ങൾ കടന്നു വരുന്ന സമയങ്ങളിലെല്ലാം, അല്ലെ അധികാര കേന്ദ്രങ്ങൾ കടന്നു വരുന്ന സമയങ്ങളിലെല്ലാം അവരെ സഹായിക്കുകയും അവരെ സഹായിക്കുന്നതോടുകൂടി തങ്ങൾക്കൊരു സാമൂഹിക നിലവാരം ഉയർത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്ന തങ്ങളാൻ അങ്ങനെ സംഭവിക്കുന്നില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം വളരെ ഗംഭീരമാണ്. കൃഷിയെയും കാർഷിക മേഖലയെയും കാണിച്ച് എങ്ങനെയാണ് ഭൂമിയിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന തങ്ങളാനും തങ്ങളാന്റെ ഫാമിലിയും അവരുടെ വംശവും അടിമത്തത്തിലേക്കും സ്ലേവറിയിലേക്കും പോകുന്നത് എന്ന് കാണിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ തന്നെ വളരെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ആദ്യമായിട്ട് അവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ കിട്ടുന്ന അവസരം, അത് വളരെ മനോഹരമായിട്ട് ആ ഒരു സീനൊക്കെ നമ്മുടെ പാർവതി വളരെ മനോഹരമായിട്ട് അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പാർവതി ഒരു തങ്ങളാൻ എന്ന ക്യാരക്ടറിന് അവരുടെ ഫാമിലി എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ന് കാണിക്കുവാൻ അവരുടെ ഫാമിലി, അവരുടെ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ തങ്കലാനുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികളെയും അവരുടെ ഫാമിലിയിലെ ഒരു ബോണ്ടിങ്ങും ഒക്കെ പ്രകൃതിയുമായിട്ടുള്ള ആ ഫാമിലിയുടെ ബന്ധം, കൃഷി ചെയ്യുന്നതിന് മുമ്പ് പാർവതിക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക വിഭ്രാന്തി, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുകയും ആ സമയത്തുള്ള പല പാട്ടുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ഫോക്ക് കൾച്ചർ അല്ലെങ്കിൽ ഒരു നാടൻ പാട്ടിന്റെ ഒരു കൾച്ചർ നാടൻ പാട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കൾച്ചറുകളും ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൂടെ മിന്നി മറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തങ്ങളാന്റെ പൂർവികരെ പോലെ ചോള രാജാക്കന്മാർക്കും അല്ലെങ്കിൽ വരുന്ന ഭരണകൂടങ്ങൾക്ക് വേണ്ടി ഈ സ്വർണ്ണ ഖനനം ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ സ്വർണ്ണഖനി കാട്ടിക്കൊടുക്കുകയും അവിടെ നിന്നൊക്കെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി പലപ്പോഴായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് തങ്ങളാന്റെ തലമുറകളിലൂടെ കിട്ടിയിട്ടുള്ള പാട്ടുകളും കിട്ടിയിട്ടുള്ള കഥകളിലൂടെയും തങ്ങളാന് കഴിഞ്ഞ തലമുറയിൽ എന്താണ് നടന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളാന് ഈ ഒരു കോറിയിലേക്ക് പോകാനും അല്ലെ സ്വർണ്ണ ഖനനം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനും അതിന്റെ ഐഡന്റിറ്റി ഒക്കെ മനസ്സിലാക്കാൻ തങ്ങളാൻ ഈസി ആയിട്ട് കഴിയുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ചിയാൻ വിക്രം പുറത്തെടുക്കുന്നത്. വിക്രം നമുക്കറിയാം, വിക്രം ഒരു ക്യാരക്ടറിന് വേണ്ടി ഏറ്റവും ഡെപ്തിൽ പോയി അഭിനയിക്കുവാൻ തയ്യാറായിട്ടുള്ള, എന്തും സഹിച്ച് ആ കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പെർഫോമൻസും, ഒരു ബ്രിട്ടീഷുകാരെ പോലുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വരുമ്പോഴും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു വാരിയറായിട്ട് അല്ലെങ്കിൽ ഒരു യോദ്ധാവായിട്ട് മാറുമ്പോഴും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരു ബോഡി ചേഞ്ച്, ഒരു ക്യാരക്ടർ ചേഞ്ച്, ഒരു സൗണ്ട് മോഡുലേഷൻ ചേഞ്ച് അതിഗംഭീരമാണ്. ചുരുക്കി പറയുവാണെങ്കിൽ പാരഞ്ജിത്തിന്റെ ഈ ഫിലിം വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലാസ് ഫിലിമാണ്. ഇത് എന്നും ഒരു റെഫറൻസ് ആയിരിക്കും ഒരു സിനിമ സംവിധായകനാകാൻ ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക്, അല്ലെ സിനിമയിൽ എങ്ങനെയാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളെ ലെയർ ബൈ ലെയർ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിക്കേണ്ടത് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു റെഫറൻസ് കൂടിയാണ് ഈ ഫിലിം. പാരഞ്ജിത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് ഞാൻ ഇതിനെ പറയും. ചിയാൻ വിക്രത്തിന്റെയും അതുപോലെ മാളവിക മോഹനന്റെയും അതുപോലെ തന്നെ നമ്മുടെ പാർവതിയെയും ഒക്കെ
കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിന്റെ VFXനെ കുറിച്ച് പറയുവാണെങ്കിൽ VFX കുറച്ചുകൂടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനിമേഷൻ മേഖലയിൽ വരുമ്പോൾ അനിമേഷൻ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കാനുള്ള, പക്ഷെ അതൊന്നും റിയലിസ്റ്റിക് ആക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും പ്രാധാന്യം ശരിക്കും ഈ കഥയിൽ വരുന്നില്ല. കാരണം ഈ കഥ ഇതിനെല്ലാം അവരുടെ കൂടുതൽ ആക്ടിങ്, അവരുടെ പെർഫോമൻസും ഒക്കെ ഇതിനെയൊക്കെ മൂടിക്കളയുന്ന രീതിയിലാണ് ഇവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് നിലനിൽക്കുന്നത്. പാരഞ്ജിത്തിന്റെ എല്ലാ സിനിമയിലെയും പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വുമൺസ് ക്യാരക്ടറിനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പാർവതിയുടെ ആയിക്കോട്ടെ, അല്ലെ മാളവിക മോഹന്റെ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മാളവിക മോഹന്റെ ക്യാരക്ടറിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സ്റ്റോറിയുടെ ബാക്ക് ബോൺ ആണ്. തങ്കളാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ മാളവിക മോഹനന്റെ കഥാപാത്രം കുറച്ച് സമയങ്ങളിലുള്ളെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നത്. അതായത് ഈ മാളവിക മോഹനുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ തിങ്കളാന്റെ തലമുറകൾ, പൂർവികർ പോലും പല തവണ പരിക്കുകൾ പറ്റുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സ്ഥിതിയാണുള്ളത്. തദ്ദേശീയരായിട്ടുള്ള ഇൻഡിജീനസ് ജനത അവരുടെ വിഭവങ്ങൾക്കും അവരുടെ വനസമ്പത്തിനും അവരുടെ വിഭവങ്ങൾക്കും പ്രകൃതി സമ്പത്തിനും വേണ്ടി നിലകൊള്ളുന്നത് വളരെ ശക്തമായിട്ട് മാളവിക മോഹനിലൂടെ കാണിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് തങ്കളാൻ തിരിച്ചറിയുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്, അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളുമാണ് ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്. അതിപുരാതന കാലഘട്ടത്തിലുള്ള ഗോത്ര സംസ്കൃതിയിലെ, ഗോത്ര സംസ്കാരത്തിലെ ആ ഒരു വിശ്വാസവും അവരിലെ ഒരു വൈകാരികമായ ഒരു സ്വഭാവവും ആരാധനാപരമായിട്ടുള്ള രീതികളും അവരുടെ ഒരു നേച്ചറും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കാണിക്കുവാൻ വളരെ നല്ല രീതിയിൽ പാരഞ്ജിത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കും ഈ പടം തുടങ്ങുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ കാലഘട്ടത്തിലാണ് ഈ പടം സംഭവിക്കുന്നത്. അതിന് പുറകോട്ട് 1, 2, 3 ലെയറുകളിലൂടെയാണ് ഈ പടം ഇങ്ങനെ മിക്സ് ചെയ്തു പോകുന്നത്. അതിന് വളരെ ഗംഭീരമായ രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്.